ഹലോ മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ ലെയ്ത്തി കൊടുത്ത നമ്മുടെ റൗട്ടറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ബ്രേക്ക് പാഡ് തന്നെയാണ് നമ്മൾ വണ്ടിക്ക് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഏറെക്കുറെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മെയിൻ ഷാഫ്റ്റിൻ്റെ മാറിയിട്ടാ. ഇത് മെയിൻ പ്രോബ്ലം ആയിരുന്നു വണ്ടിക്ക്. മെയിൻ സൗണ്ട് ആയിരുന്നത് മറ്റേ ബാക്കിലെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. കണ്ട ഇത് മൊത്തം പോയി എടുത്തിരുന്നത്. അയ്യോ, ഇത് ചില സമയത്ത് ഈ ചില ഇടവഴികളില്ലേ അടിച്ചോണ്ടിരിക്കും. ഉണ്ടാവൂല്ലേ? രണ്ട് സൈഡും മാറിയിട്ടുണ്ട്, പുതിയ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഫ്രീ ആയിരിക്കും. ഏതിനാ ഇടയ്ക്ക് മറ്റേ ഗ്രീസ് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ നിപ്പിള് വരില്ല. കണ്ട ഇതിന്റെ ഉള്ളില് നിപ്പിള് അത് മറ്റേ 4 വീലിന് വരുന്നുണ്ട്. അതിനും ഗ്രീസ് അടിക്കണം. അതൊന്ന് കാണിച്ചു തന്നോളൂ കേട്ടോ. വർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലേ? നല്ല സ്മൂത്ത് ആയി. സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മള് ഡിസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കയറ്റിയിട്ടുണ്ടല്ലേ? ബൈക്കിലെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ. ഇതാണ് നമ്മുടെ മാട പൊറോട്ട. 2 ദിവസം നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ട്രാവലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ റൂമിലാണെങ്കിലും വരാനായിട്ട് ആളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ആളാണ് നമ്മുടെ വണ്ടിയുടെ വീല് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ കൂടെ പോയിട്ട് വരില്ല. അപ്പൊ ഇതിന് ബെൻഡല്ലേ ഉണ്ടായിരുന്ന? അലേക്ക് ബെൻഡ് ഉണ്ടായിരുന്നു. അതാണ് ബാക്കിലെ ചെറിയൊരു പൊളപ്പല്ലേ. അപ്പൊ അത് റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സ്റ്റെപ്പിനും ഉണ്ടായില്ലേ? നമ്മുടെ സ്റ്റെപ്പിനും ഉണ്ടായില്ലേ മാഡ? കൊടുത്തിട്ടുണ്ടല്ലേ? എപ്പോഴത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞേ? നാളത്തേക്ക് കിട്ടുള്ളൂ പറഞ്ഞല്ലേ? ഇത് നമ്മുടെ ഗിയറിന്റെയും പിന്നെ എന്താ പറയാ മറ്റേ അതിന്റെ പേരെന്തായിരുന്നു? ബ്രേക്ക് ഫ്ലൂഡ് അല്ല, വേറെ ഇതുണ്ടല്ലോ, ഡിഫറൻഷ്യലിന്റെ അല്ലേ? ഡിഫറൻഷ്യലിന്റെ ഗിയർ ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കാലിബർ ഫിറ്റ് ആക്കാൻ പോവല്ലേ? പിന്നെ നമ്മൾ കാലിബർ ഫിറ്റ് ചെയ്യാൻ കണ്ടപ്പോഴേ മൈന്യൂട്ടായി ലീക്ക് അത് ഇത്തിരി പ്രോബ്ലം ആണ്. നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ ബെറ്റർ അല്ലേ? അതിന്റെ ഓറിംഗ് ആയിട്ട് മാത്രം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാലിബറായിട്ട് അസി മാറേണ്ടി വരും അല്ലേ? കണ്ട മറ്റേ ബൂട്ട് മാറ്റുമ്പോ അല്ലേ? നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴേ പ്രശ്നമായിരിക്കും. ഫ്ലൂയിഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ആവും. അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ കാലിബർ വന്നിട്ട് നമുക്ക് റിപ്ലേസ് ചെയ്യണം. നമ്മള് റൈറ്റ് സൈഡിലെ ടയറോടന്റ് മാറും അല്ലേ? ഇത് ലൂസായിരുന്നു, മൊത്തം പോയിട്ടുണ്ടായിരുന്നോ? ലൂസായിട്ടുള്ളൂ അല്ലേ? പക്ഷേ ഈ കണ്ടീഷനിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഓക്കെ, മനസ്സിലായി. അപ്പം അങ്ങനെ നമ്മൾ വാൽവിൻ്റെ ലീക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. വാൽവ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പാക്കിങ് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കിഷോർ എന്ന് പറഞ്ഞ പയ്യനില്ല. ഇന്നലെ കണ്ടില്ലേ ചെറിയ കുട്ടി കഴിഞ്ഞ എപ്പിസോഡിൽ? അവൻ ഇന്നില്ല. അപ്പോൾ നമ്മുടെ ജിവിച്ചേട്ടനാണ് കൂടെ ഉള്ളത്. ആൾ ഇവിടുത്തെ മെയിൻ പെയിൻ്ററാണ് കേട്ടോ. അപ്പോൾ കണ്ണെണ്ണ സഹായിക്കുകയാണ്. ഇതിപ്പോൾ വയറിംഗ് കിറ്റ് ഫുൾ അയക്കണം. ഫുൾ അയച്ച് കഴിഞ്ഞിട്ട് ഇൻലെറ്റ് മെനിഫോൾഡ് പുറത്തേക്ക് എടുത്താലും നമുക്ക് വാൽവ് കവർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഹാർഡുള്ള വർക്കാണിത്. ടാസ്ക് അല്ലേ? ഇത്തിരി ടാസ്ക് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടിയുടെ പണി വൈകിട്ട് കഴിയില്ല. ഇന്ന് വൈകിട്ടത്തേക്ക് പരമാവധി നോക്കാം അല്ലേ? നമ്മൾക്കപ്പോൾ വാൽവ് കവർ ഊരാനായിട്ട് ഇൻലെറ്റ് മെനിഫോൾഡ് ഊരണം. അപ്പോൾ ഇൻലെറ്റ് മെനിഫോൾഡ് ഊരി പുറത്ത് വെച്ചിട്ട് വേണം നമുക്ക് വാൽവ് കവർ ഊരാനായിട്ട്. ഇൻലെറ്റ് മെനിഫോൾഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. നിറച്ച് കരികളൊക്കെ ആയിരുന്നു. നമ്മൾ കുത്തി കളഞ്ഞിട്ട് ഒരു ക്ലീൻ ആക്കിയിട്ട് ഇടാം നമുക്ക്. മച്ചന്മാരെ, ഈ കൂട്ടി ഇട്ടേക്കണത് എന്താണെന്നറിയോ? ഒറ്റ നോടത്തിൽ ടാറാന്ന് വേണം പറയാം അല്ലേ? പക്ഷേ ഈ പറഞ്ഞ ഒന്നുമല്ല സംഭവം. നമ്മുടെ വാഹനത്തിന്റെ വാൽവ് കവറിനുള്ളിലെയും ഇല്ലറ്റ് മാനിഫോൾഡിനുള്ളിലെയും കാർബൺ ഡെപ്പോസിറ്റ് ആണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടല്ലേ നമുക്കിതൊന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ജിബിചേട്ടൻ അതിനുള്ള മാക്സിമം പരിപാടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇല്ലറ്റ് മാനിഫോൾഡിന്റെ കോലം കണ്ടല്ലേ? ഇതൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ ജിബിചേട്ടൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മളിപ്പോൾ ഒരു 3 ലിറ്റർ പെട്രോളും കാര്യങ്ങളും മേടിച്ച് വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യമേ ഒന്ന് എയർ ഉപയോഗിച്ച് വെള്ളം നന്നായി സ്പ്രേ ഒക്കെ ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക. ശേഷമാണ് നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് ഇവനെ നല്ലൊരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സംഭവം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സമയമെടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടും. നമ്മുടെ വാൽവ് കവർ
പാക്കിങ് മാറി ഇനി ഹെഡ് മുളിക്ക് വാലോർ ഫിറ്റ് ആക്കാൻ പോകും കേട്ടോ. അപ്പൊ കണ്ടിട്ടാ വാൽവിന്റെ കാര്യങ്ങളൊക്കെ ഉടൻ വരെ ഇപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇനി ബാക്കി റേഡിയേറ്റർ സാധനങ്ങൾ ബാക്കിയുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ. ഇനി നമ്മളങ്ങനെ ബാറ്ററി എടുത്ത് മാറ്റിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ബാറ്ററി ഇരുന്ന ട്രേയുടെ ഒരു ഭാഗം ഫുള്ളായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ ട്രേ ഇങ്ങനെ ആവാനുള്ള കാരണം ബാറ്ററിയുടെ ഷെല്ല് വീക്കായിട്ട് ആസിഡ് വാട്ടർ വീണിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യണേ? ഇത് തുരുമ്പ് അടിക്കാൻ പോണല്ലേ. ഇപ്പൊ പെയിന്റ് അടിച്ചാൽ എന്താ കുഴപ്പം വരികയെന്ന് പറഞ്ഞേ? ഫുള്ള് തുരുമ്പാവും, ഇതിന്റെ ഡബിൾ ആവും അല്ലേ? ഓ, ഇതിപ്പോ അത്ര ഇതുണ്ട്, ഇത്രയും ഭാഗം പെയിന്റ് ഉണ്ട്, അത്രയും ഭാഗം പെയിന്റ് ഇല്ല, അത്രയും ഭാഗത്ത് തുരുമ്പുള്ളൂ. അതെന്താ അങ്ങനെ പാതിക്ക് നിക്കണേ? ഈ ബാറ്ററി വെള്ളം വല്ലതും വീണിട്ടാണോ? ഇങ്ങോട്ട് നോക്കിയേ, ഏത് കാരണം? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. അപ്പൊ അങ്ങനെ ഷെല്ല് ഇരുന്നപ്പോ ബാറ്ററി നമ്മൾ വെച്ചിരുന്ന ട്രേ ഭാഗം നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ട പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല സെറ്റപ്പ് ആയിട്ട് GB എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാറ്ററി ട്രേ ഭാഗമൊക്കെ നല്ല പെയിന്റ് അടിച്ച് സെറ്റായിട്ട് നമ്മൾ തിരിച്ച് ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്റർകൂളറിൽ നിന്ന് ടർബോ മാനിഫോൾഡിലോട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ കേട്ടോ. റിപ്ലേസ് ചെയ്യാൻ പോവല്ലേ? വിടാനുള്ള കാരണം മെയിൻ ആയിട്ട് ഇവിടെ കാലിപ്പറിന്റെ കിറ്റ് പോയി കയറുന്നത്. ഓക്കെ, നേരത്തെ പോയി കാലിപ്പറിന്റെ കിറ്റ് പോയിട്ട് ബ്രേക്ക് ഓയിൽ ലീക്ക് ആയിരുന്നല്ലേ. അപ്പൊ അത് ഇത് മുളിക്ക് വീണിട്ട് ഇത് അതിന്റെ ഇത് വിട്ടാണല്ലേ? ഇങ്ങനെ വിട്ടല്ലേ? അങ്ങനെ വിട്ടു, 2 പീസായി ഇത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ റിപ്ലേസ് ചെയ്യാൻ പോവാണ്. പുതിയ പേഡ് റീപ്ലേസ് ചെയ്യാൻ പോകണം. പുതിയ പേഡ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അല്ലേ? കിഷോറല്ലേ പറഞ്ഞേ? കാലിപ്പറിന്റെ കിറ്റ് റീപ്ലേസ് ചെയ്തല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ 4 സൈഡിലെ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും ബാക്ക് ലെഫ്റ്റും റൈറ്റും സൈഡിലെ ബ്രേക്ക് പാഡും ഒക്കെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല. കാലിവറിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്കായിട്ട് നമ്മുടെ ആ ബ്രേക്ക് പാഡ് ബ്രേക്ക് ആയതുകൊണ്ടാണ് നമുക്ക് മാറ്റേണ്ട അവസ്ഥ വന്നത്. നമ്മൾ മുന്നൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീപ്പിൻ്റെ റേഡിയേറ്റർ വന്നിട്ട് ഫ്ലഷ് ചെയ്യുന്നത്. അതിൽ പറയുന്നുണ്ട് 1 ലിറ്റർ കൂളന്റിന് 3 ലിറ്റർ വെള്ളം, അതായത് 1:3 അതാണ് കണക്ക്. അപ്പം നമ്മളിവിടെ 2 ലിറ്റർ 3 ലിറ്റർ അടുത്ത് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. വാൽവിന്റെ പാക്കിംഗ് വന്നിട്ട് നേരത്തെ ഡാമേജ് ആയ സമയത്ത് എഞ്ചിന്റെ സൈഡിലേക്ക് നല്ല രീതിയിൽ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന കരിയും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് ഒഴിവാക്കുകയാണ്.